ഭഗവതേ വാസുദേവായ. ദശകം 16. നരനാരായണ അവതാരവും ദക്ഷയാഗവും. ദക്ഷോ വിരിഞ്ചതനയോധമനുസ്സനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. ദക്ഷൻ ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷ പ്രജാപതി. വിരിഞ്ചതനയോധ, വിരിഞ്ചൻ എന്ന് പറഞ്ഞ ബ്രഹ്മാവ്. ദക്ഷൻ വിരിഞ്ചന്റെ തനയനാണ്, ബ്രഹ്മാവിന്റെ പുത്രനാണ്. അധ മനോസ്തനൂജാം, മനുവിന്റെ മനുവിന്റെ പുത്രി. തനൂജ എന്ന് പറഞ്ഞാൽ പുത്രി. ഈ ദക്ഷൻ ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷൻ, അതിനുശേഷം മനുവിന്റെ പുത്രിയായ പ്രസൂതിയെ ലഭിച്ചു. അതായത് മനുവിന്റെ പുത്രിയായ പ്രസൂതിയെ വിവാഹം കഴിച്ചിട്ട് ലബ്ധ്വാ ഷോഡശചാപകന്യ, 16, ഷോഡശം എന്ന് പറഞ്ഞാൽ 16 പെൺകുട്ടികളെ ലഭിച്ചു. ധർമ്മേ ത്രയോദശ, അതില് 13, ത്രയോദശം എന്ന് പറഞ്ഞാൽ 13 പേരെ ധർമ്മരാജാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. ധർമ്മേ ത്രയോദശ ദദൗ, ദദൗ എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് അർത്ഥം. പിതൃഷു സ്വധാം ച, അതില് ഒരുവളായ സ്വധയെ പിതൃക്കൾക്ക് കൊടുത്തു. സ്വാഹാം ഹവിർഭുജി, സ്വാഹ എന്ന് പേരുള്ളവളെ അഗ്നിക്ക്, ഹവിർഭുജി എന്ന് പറഞ്ഞാൽ അഗ്നി, ഹവിസ് ഭുജിക്കുന്നവൻ എന്നാണ്, അഗ്നിദേവൻ ആണത്. സ്വാഹയെ ഹവിർഭുജിയായ അഗ്നിക്ക് നൽകി. സതിയോ, 16ാമത്തവളായ ഏറ്റവും ഇളയവളായ സതിയെ ഗിരീശന്, അതായത് പരമേശ്വരന്, ശിവന് വിവാഹം ചെയ്തു കൊടുത്തു. ശിവൻ ആരാണ്? അങ്ങയുടെ തന്നെ അംശമാണ്. ത്വദംശേ, അങ്ങ് തന്നെയാണ്, അല്ലെ എല്ലാം ആയിത്തീർന്നിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ. അങ്ങയുടെ അംശമായിട്ടുള്ള ശിവനാണ് ഈ സതിയെ വിവാഹം ചെയ്തു കൊടുത്തത് എന്ന് പറഞ്ഞു. ഈ സ്വാഹ, സ്വധ ഒക്കെ അവരുടെ പത്നിമാരുടെ പേരോട് കൂടിയാണ് ഈ അഗ്നിയിലൊക്കെ ഹോമം ചെയ്യുമ്പോൾ അഗ്നയെ സ്വാഹ, ഭാര്യയുടെ പേരും കൂടെ ചേർത്താണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം നോക്കാം. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം അതിദാനുഭാവം യജ്ജന്മനി പ്രമുദിതാ കൃതതൂര്യഘോഷ പുഷ്പോത്കരാൻ പ്രവവൃഷോ സുരൗഘ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. മൂർത്തി എന്ന് പേരുള്ള ധർമ്മരാജന്റെ പത്നി സുഷുവേ ഭവന്തം, സുഷുവേ പ്രസവിച്ചു, അങ്ങയെ പ്രസവിച്ചു. ഏത് അവതാരമാണ് അവിടെ ഉണ്ടായത്? നരനാരായണ അവതാരമാണ്. നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി, ആ ജന്മസമയത്ത് പ്രമുദിതാഹ കൃതതൂര്യഘോഷാഹ, ആകാശത്തിൽ തൂര്യഘോഷങ്ങളൊക്കെ ഉണ്ടായി. പുഷ്പോത്കരാൻ, അത് പുഷ്പവർഷമുണ്ടായി. പ്രവൃഷുർനുനുവു സുരൗഘ, സുരൗഘം എന്ന് പറഞ്ഞാൽ ദേവന്മാര് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്ത സമയത്ത്, പുഷ്പവൃഷ്ടി ചെയ്തു. ഭഗവാന്റെ അവതാരം, നരനാരായണ അവതാര സമയത്ത് ദേവന്മാർ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു, സൂര്യഘോഷങ്ങളൊക്കെ മുഴങ്ങി എന്നാണ് ഈ ശ്ലോകത്തില് നരനാരായണ അവതാരത്തെ വിവരിക്കുന്നത്. ഇനി നമുക്ക് 3ാമത്തെ ശ്ലോകം നോക്കാം. ദൈത്യം സഹസ്രകവചം കവചൈപരീതം
സാഹസ്രവത്സരതപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. അവിടുന്ന് തന്നെയായ നരനാരായണന്മാർ 1000 കൊല്ലത്തെ തപസ്സും 1000 കൊല്ലത്തെ യുദ്ധവും കൊണ്ട് മാത്രം മുറിക്കാൻ കഴിയുന്ന ഓരോന്നു വീതം 1000 പോർച്ചട്ടകൾ അണിഞ്ഞ സഹസ്രകവചൻ എന്ന അസുരനെ ഊഴമിട്ട് തപസ്സും യുദ്ധവും ചെയ്യുന്നവരായിട്ട് ഒരു പോർച്ചട്ട മാത്രം ബാക്കിയുള്ളവനാക്കി തീർത്ത് ആ അസുരനെ അനായാസേന നിഗ്രഹിച്ചു. സഹസ്രകവചന്റെ കഥ ഭാഗവതത്തിലില്ല, ശരിക്കും മഹാഭാരതത്തിലുള്ള കഥയാണ്. കർണനാണ് അതിലെ അവസാനത്തെ ജന്മം. അതാണ് കർണൻ പോർച്ചട്ടയോടെ ജനിച്ചത്. 1000 കവചങ്ങൾ. അപ്പോൾ എത്ര തപസ് ചെയ്തിട്ടായിരിക്കണം ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത്? 1000 കവചമുള്ള, ഒരു കവചം തന്നെ യുദ്ധത്തിന് ധാരാളം. ഇങ്ങനെയുള്ള അനവധി 1000 കവചങ്ങളുള്ള അസുരനായിരുന്നു ആ ദൈത്യം. സഹസ്രകവചൻ എന്നാണ് അതുകൊണ്ട് അയാളുടെ പേര്. ദൈത്യം സഹസ്രകവചം കവചൈഹി പരീതം. കവചം എന്ന് പറഞ്ഞാൽ പോർച്ചട്ട, അതായത് യുദ്ധത്തില് നെഞ്ചത്ത് മുറിവേൽക്കാതിരിക്കാൻ ധരിക്കുന്ന ലോഹം കൊണ്ടുള്ള ഉടുപ്പാണ് കവചം. സാഹസ്രവത്സര തപസ്സമരാഭിലവ്യൈ. അങ്ങനെയുള്ള ആ കവചങ്ങളില് ഒരു കവചം മുറിക്കാൻ 1000 വർഷത്തെ തപസ്സും 1000 വർഷം തന്നെ അയാളോട് യുദ്ധം ചെയ്യുകയും ചെയ്താലേ അയാളുടെ ഈ സഹസ്രകവചന്റെ ഒരു കവചം മുറിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ നരനാരായണ അവതാരത്തില് ഒരു നരൻ യുദ്ധം ചെയ്യുമ്പോൾ, കവചനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ നാരായണൻ തപസ് ചെയ്യും. നാരായണന്റെ തപസ് 1000 കൊല്ലം കഴിയുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും, നരൻ തപസ് ചെയ്യും. അങ്ങനെ അവര് രണ്ടുപേരും മാറി മാറി തപസ്സും യുദ്ധവും ചെയ്താണ് ഈ സഹസ്ര കവചന്റെ 999 കവചങ്ങളും മുറിച്ചത്. അവസാനത്തെ ഒരു കവചം നിൽക്കെ തപസ് കഴിഞ്ഞു, യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ആ അസുരനെ ഒരു പോർച്ചട്ട മാത്രം ബാക്കിയുള്ളവനാക്കി തീർത്ത് ആ അസുരനെ അനായാസേന നിഗ്രഹിച്ചു. ആ സഹസ്രകവചന്റെ പുനർജന്മമാണ് കർണൻ, കുന്തിയുടെ ആദ്യപുത്രനായ കർണൻ. അടുത്ത ശ്ലോകം നോക്കാം. അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവത്സി ശക്രോധതേ ശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രതിഖായമാരം. സഹസ്രകവച നിഗ്രഹാനന്തരം നാരായണനായ അവിടുന്ന് സഹോദരനായ നരനോടുകൂടി നിവൃത്തിധർമ്മത്തെ സ്വയം ആചരിക്കുന്നവനും ഉപദേശിക്കുന്നവനുമായിട്ട് ബദരികാശ്രമത്തിൽ വസിച്ചു. അനന്തരം ഇന്ദ്രൻ അവിടുത്തെ ശമം, തപോബലം ഇവയിൽ ഈർഷ്യയുള്ളവനായിട്ട് കാമദേവനെ സ്വർഗസുന്ദരിമാരോടുകൂടി പറഞ്ഞയച്ചു. അടുത്ത ശ്ലോകം നോക്കാം. കാമോ വസന്തമലയാനില ബന്ധുശാലി കാന്താകടാക്ഷവിശിഖൈർവികസദ്വിലാസൈ വിദ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ത്വാം ഭീതസ്ത്വയാദ ജഗദേ മൃദുഹാസഭാജ. കാമദേവൻ, വസന്തമലയാനിലൻ ഒക്കെ കാമദേവന്റെ പരിവാരങ്ങളാണ്. വസന്തമലയാനിലൻ തുടങ്ങിയ ബന്ധുക്കളോടുകൂടി, കൂട്ടുകാരോടുകൂടി നരനാരായണ മഹർഷിമാര് തപസ് ചെയ്തിരിക്കുന്ന സ്ഥലത്തെത്തി. കാന്താകടാക്ഷ വിശിഖൈർ വികസദ്വിലാസൈ. അങ്ങനെ അപ്സര സ്ത്രീകള് പോലെ സുന്ദരികളായ സ്ത്രീകളുടെ നൃത്തവും ഒക്കെ ആയിട്ട് ഇവരുടെ തപസ്സിനെ ഇളക്കാനായിട്ട് ശ്രമിച്ചു.
വിദ്യൻ മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാഥ ജഗതേ മൃദുഹാസഭാജ. ശ്രീനാരായണനായി നിന്തിരുവടിയെ ഇളകാത്തവനായി കണ്ടിട്ട് ഭയപ്പെട്ടു. അനന്തരം മന്ദഹാസത്തോടെ നിന്തിരുവടി കാമദേവനോട് പറഞ്ഞു, ജഗതേ മൃദുഹാസഭാജ. അവര് പേടിച്ച് പോയേക്കാം, ഇനി കണ്ണു തുറന്നാൽ അവരുടെ കളികൾ കൊണ്ടൊന്നും നരനാരായണ ഋഷിമാരുടെ തപസ്സിനെ ഇളക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവർ ഭയപ്പെട്ടു. കാരണം അങ്ങനെ സംഭവിക്കുന്ന അവസരത്തില് മഹർഷിമാർ കണ്ണു തുറന്നാൽ അടുത്തതായി അവർക്ക് ശിക്ഷയാണ് കിട്ടാൻ പോവുക. അതിന് മുമ്പായിട്ട് രക്ഷപ്പെട്ടേക്കാം എന്നോർത്ത് അവര് മടങ്ങിപ്പോകാൻ തുടങ്ങവേ ഭഗവാന്മാർ കണ്ണു തുറക്കുകയും പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ പോക്കിനെ തടയുകയും ചെയ്തു. മൃദുഹാസഭാഭീതസ്ത്വയാഥ ജഗതേ മൃദുഹാസഭാജ. ഇങ്ങനെ അവരോട് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിലാണ് ഭഗവാൻ അവരോട് പറഞ്ഞതെന്താണെന്ന് പറയുന്നത്. 6ാമത്തെ ശ്ലോകം നോക്കാം. ഭീത്യാലമംഗജവസന്തസുരാംഗനാവോ മന്മാനനം ത്വിഹജുഷധ്വമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതസ്സുവദാമലൈഷ്യാം പ്രാദർശയൻ സ്വപരിചാരകാതരാക്ഷി. നിങ്ങളെങ്ങനെ പേടിച്ചു പോവുകയൊന്നും വേണ്ട. ഭീത്യ അലം, പേടിക്കുകയേ വേണ്ട. അങ്കജൻ എന്ന് പറഞ്ഞാല് കാമദേവൻ. വസന്ത സുരാംഗന, ഓ അപ്സര സ്ത്രീകള്, കാമദേവൻ, നിങ്ങളൊന്നും പേടിച്ച് അങ്ങനെ പോവണ്ട, ഞാൻ ശപിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞു. കൂടാതെ എൻ്റെ സൽക്കാരം സ്വീകരിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ചു. മന്മാനനം ത്വിഹജുഷധ്വം ഇതി ബ്രുവാണ, അങ്ങനെ പറഞ്ഞു. ത്വം വിസ്മയേന പരിതഃ സ്തുവതാമധൈഷാം, അങ്ങനെ അവരെ ഇവിടെ വച്ച് എൻ്റെ സമ്മാനം നിങ്ങൾ സ്വീകരിച്ചാലും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ ദാസിമാരായ സുന്ദരിമാരെ അത്ഭുതത്തോടെ തൻ്റെ ചുറ്റും നിന്ന് സ്തുതിക്കുന്ന ഈ കാമാദികൾക്ക് കാണിച്ചു കൊടുത്തു. അടുത്ത ശ്ലോകം. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്വാസികാ പരിമളൈകില മോഹമാവോ ദത്താം ത്വയാ ജഗൃഹുസ്ത്രപയൈവ സർവാസി ഗർവശമനീം പുനരുർവശീം താം. സമ്മോഹനായ മിളിത, അവര് കാമദേവൻ, അപ്സരസുകള്, വസന്തമലയാനിലൻ എല്ലാവരും വന്നത് ഇവരെ അവരുടെ കഴിവുകൾ കൊണ്ട് വശീകരിച്ച് തപസ്സിളക്കാനായിരുന്നു. പക്ഷേ അവരെ മോഹിപ്പിക്കുന്ന വിധത്തിലുള്ള ഉപചാരങ്ങളാണ് അവർക്ക് കിട്ടിയത്. അങ്ങയുടെ ദാസിമാരുടെ സുഗന്ധത്താൽ മോഹത്തെ പ്രാപിച്ചു പോലും. ഭഗവാന്റെ നരനാരായണ ഋഷിമാരുടെ ദാസിമാരുടെ സൗന്ദര്യവും അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന സുഗന്ധവും ഒക്കെ മദനാദികളെ മോഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. ദത്താം ദ്വയാച ജഗൃഹുസ്ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം. അതുമാത്രമല്ല, നരനാരായണ ഋഷിമാര് അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ദാസിമാരിൽ അദ്ദേഹം സൃഷ്ടിച്ച ദാസിമാരില് തുടയിൽ നിന്നുണ്ടായ ആ കൂട്ടത്തില് ഏറ്റവും മോശപ്പെട്ടവളാണ് ആയിട്ടുള്ള ഉർവശിയെയും അവർക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കൊടുത്തയച്ചു. പക്ഷേ അപ്സരസുകളെ വെച്ച് നോക്കുമ്പോൾ അവരിലെ ഏറ്റവും സുന്ദരി ഉർവശിയാണ്. ഭഗവാന്റെ ദാസിമാരിലെ ഏറ്റവും മോശക്കാരിയായ സ്ത്രീ അപ്സരസുകളുടെ ഇടയിൽ ഏറ്റവും സുന്ദരിയാണ്. അതായത് താരതമ്യം ചെയ്യുമ്പോൾ ഭഗവാന്റെ ദാസിമാരാണ് അപ്സരസുകളേക്കാൾ സുന്ദരിമാർ. ശ്രീനാരായണ മഹർഷി തൻ്റെ ഊരുവിൽ നിന്ന് ഉർവശിയെ സൃഷ്ടിച്ചു എന്നാണ് പ്രസിദ്ധി.
അതുകൊണ്ടാണ് ഉർവശി എന്നുള്ള പേര്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്രഃ പര്യാകുലോ ജനിഭവൻ മഹിമാവമശ്ചാത് ഏവം പ്രശാന്തരമണീയതരാവതാരാത് ത്വത്തോധികോ വരദ കൃഷ്ണ തനുസ്ത്വമേവ. ഇന്ദ്രൻ ഉർവശിയെ കണ്ടിട്ടും അവിടുത്തെ കഥ കേട്ടിട്ടും അങ്ങയുടെ മാഹാത്മ്യം അറിഞ്ഞതുകൊണ്ട് വ്യാകുലനായി തീർന്നു. അല്ലേ അഭീഷ്ടത, ഇപ്രകാരം സൗമ്യവും ആശ്ചര്യ കർമാനുഷ്ഠാനത്താൽ അതിമനോഹരവുമായ അവതാരമെടുത്ത ശ്രീ നാരായണമൂർത്തിയായ നിന്ദ്രുവടിയേക്കാൾ ശ്രേഷ്ഠനായവൻ ശ്രീകൃഷ്ണ സ്വരൂപനായ നിന്ദ്രുവടി മാത്രമാകുന്നു. അടുത്ത ശ്ലോകം നോക്കാം. ദക്ഷസ്തുധാതുരതിലാളനയാരജോന്ധോ നാദ്യാഹൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസഭവത്തനുമേവ സർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാമ്യമാനീത്. ദക്ഷൻ ആകട്ടെ ധാതുരതിലാളനയ, ബ്രഹ്മാവിന്റെ അതിലാളന മൂലം, ബ്രഹ്മാവിന്റെ മകനാണ് ദക്ഷൻ. അപ്പൊ ഈ ദക്ഷനെ കുറച്ച് അധികം വാത്സല്യം ഉണ്ടായിരുന്നു ബ്രഹ്മാവിനെന്നാണ്. രജോന്ധോ, അങ്ങനെ അതിലാളന ഏറ്റ ദക്ഷൻ രജസ്സുകൊണ്ട് അന്ധനായി തീർന്നിട്ട് നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത്, ബഹുമാനിക്കാൻ അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ, രജസ് വർദ്ധിച്ചാൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ ഉള്ള മനസ്സുണ്ടാവില്ല. അങ്ങനെ ഏനവ്യരുന്ധസഭവത്തനുമേവ സർവം, അങ്ങനെ ശിവനെ, സതിയുടെ സ്വന്തം മകളായ സതിയുടെ ഭർത്താവായ ശിവനെ നിന്ദിക്ക മൂലം, യഥാർത്ഥത്തിൽ ശിവൻ ആരാണ്? അങ്ങയുടെ തന്നെ അംശമാണ്. ആദ്യത്തെ ശ്ലോകത്തിലും ഇത് തന്നെ പറഞ്ഞു. ശിവൻ അങ്ങയുടെ തന്നെ അംശം, ത്വദംശേ ഗിരിശേ ത്വദംശേ എന്ന് പറഞ്ഞു. അങ്ങയുടെ അംശമായ ഗിരിശനാണ് സതിയെ കൊടുത്തത്. ശർവം, ഇവിടെ ശർവൻ എന്ന പദം ഉപയോഗിച്ചു. ശിവൻ തന്നെ ശിവനെ അപമാനിച്ചു. ഏനവ്യരുന്ധസഭവത്തനുമേവ, അവിനയം, ഈ അവിനയം കൊണ്ട് ദക്ഷൻ അവിടുത്തെ മൂർത്തി തന്നെയായ ശിവനെ ദ്വേഷിച്ചു. യജ്ഞേ ച വൈരപിശുനേ സ്വസുതാമ്യമാനീത്, ശിവവിരോധം സൂചിപ്പിക്കുന്ന യാഗത്തിൽ വെച്ച് തൻ്റെ മകളെ അവമാനിക്കുകയും ചെയ്തു. അടുത്ത ശ്ലോകം നോക്കാം. ക്രുദ്ധേശമർദ്ദിതമഖസ്സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദലബ്ധജീവാം ത്വത്പൂരിതക്രതുവരഃ പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ക്രുദ്ധേശമർദ്ദിതമഖ, ആ ദക്ഷനാകട്ടെ കോപിച്ച ശിവനാൽ തകർക്കപ്പെട്ട യാഗത്തോടു കൂടിയവനായി, ശിരച്ഛേദം ചെയ്യപ്പെട്ടവനായി തീർന്നു. പിന്നീട് ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ശ്രീപരമേശ്വരനിൽ നിന്ന് ദക്ഷന് ജീവലാഭം സിദ്ധിച്ചു. ദക്ഷന്റെ തലയ്ക്ക് പകരം ആടിന്റെ തലയാണ് വെച്ചു കൊടുത്തത്. എനിക്ക് വേണം, എനിക്ക് വേണം, ഞാൻ എന്ന് പറയുന്നത് കൊണ്ട് മേ മേ എന്ന് പറയുന്ന ആടിന്റെ തല വെച്ചു കൊടുത്തു. അങ്ങനെ യാഗം പൂർത്തിയാക്കി. അങ്ങയാൽ യജ്ഞപൂർത്തി വരുത്താൻ കഴിഞ്ഞ് പിന്നീട് ശാന്തിയെ പ്രാപിക്കുകയും ചെയ്തു. ക്ഷമാപണമൊക്കെ ചെയ്യുന്നുണ്ട് ദക്ഷൻ. എല്ലാവർക്കും പരമശാന്തി അരുളുന്ന ശ്രീ ഗുരുവായൂരപ്പ, പാഹി മരുത്പുരേശ, എന്നെയും രക്ഷിക്കണമേ, എൻ്റെ രോഗങ്ങളിൽ നിന്ന് എന്നെയും രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂര് പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.